ലഹരിക്കെതിരെ പോരാടാൻ ഉറച്ച് വാഗമൺ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ ദിനാചരണം നടത്തി. വാഗമൺ സ്കൂളിൽ നടന്ന അവലോകന യോഗം വാഗമൺ CI ക്ലീറ്റസ് കെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ പോലീസും ഒപ്പം രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഓട്ടോ ടാക്സി ട്രേഡ് യൂണിയൻ അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ ഒന്നിച്ചാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. വാഗമൺ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് 10-ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. എല്ലാ മേഖലയിലെയും ആളുകൾ ജാഗ്രതാ ദിന ബാഡ്ജ് ധരിച്ച് ലഹരിക്കെതിരെ പിന്തുണ അറിയിച്ചു. വിവിധ മേഖലകളിലായി വാഗമൺ SHO ക്ലീറ്റസ് കെ ജോസഫ്, സബ് ഇൻസ്പെക്ടർ ബിനോയ് തോമസ്, ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. കഴിഞ്ഞ ദിവസം വാഗമണിൽ നിന്നും ലഹരി വസ്തുക്കളുമായി അറസ്റ്റുണ്ടായതിനു പിന്നാലെയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ച് ലഹരിക്കെതിരെ പോരാടാൻ തീരുമാനമായത്. വൈകിട്ട് 4-ന് വാഗമൺ സ്കൂളിൽ നടന്ന അവലോകന യോഗം വാഗമൺ SHO ക്ലീറ്റസ് കെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എന്താണെന്നാൽ പോലീസിനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ എക്സൈസിനെ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അധികമായി നമ്മുടെ നാട്ടിൽ ഈ ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണ്. തീർച്ചയായിട്ടും പൊതുജന പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ കൊടും വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കാൻ പറ്റുള്ളൂ. യോഗത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വാഗമൺ പ്രിൻസിപ്പൽ SI ബിനോയ് തോമസ് ക്ലാസുകൾ നയിച്ചു. സംരക്ഷണം ഒരുക്കുവാനും നിങ്ങളെ കാത്തു പരിപാലിക്കുവാനും നിങ്ങളിലൂടെ ഈ നാടിന് മാറ്റം ഉണ്ടാകുവാനും അതാണ് ഇന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നലെ 5 മീറ്റിങ്ങുകളാണ് ഞങ്ങൾ നടത്തിയത്. ഓടി നടന്ന് 5 മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾക്ക് ചിറക എന്ന പോലെ 2 സൈഡിലും ഇവര് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ജാഗ്രതാ സമിതി അധ്യക്ഷൻ സജീവ് കുമാർ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ്, ഷൈൻ കുമാർ എന്നിവർ സംസാരിച്ചു. മാർച്ച് 16-ന് സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.